ഹലോ. ഹലോ. നീ പണിക്കെത്തിയിരിക്കുല്ലേ? ഞാൻ പണിക്ക് പോയിനു. അതെയാ. നീ ക്ലാസ്സും കഴിഞ്ഞ് പോയതിന് ശേഷം ആ ചെറുക്കനില്ലേ, അവൻ പറഞ്ഞ് നമുക്ക് വണ്ടി എടുത്തിട്ടൊന്ന് ചുറ്റിയിട്ടെല്ലാം വന്നാലോന്നേ. എന്നിട്ട് നമ്മള് കറങ്ങിയൊന്ന് ടൗണിലേക്ക് കൂടി എല്ലാം ഒന്ന് കറങ്ങിയിട്ട് വന്നാലൊന്ന് ഡ്രൈവിംഗ് ശരിക്കും പഠിച്ചൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഞാനും അവനും കൂടി അങ്ങനെ പോയി. കുറെ കഴിഞ്ഞ് പറഞ്ഞ് നമുക്കൊരു ചായ കുടിച്ചാലോ ചേച്ചി വന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. അവന്റെ ഉദ്ദേശം പറയില്ലാന്ന്. ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ തന്നെ ഇരുന്നു. പക്ഷെ അവന്റെ നോട്ടം ഭാവെല്ലാം വേറെയൊന്നു. എന്നെ പറ്റിയിരുന്നു. അടുത്തന്നെ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നു. നോക്കുമ്പോ എന്നെ പറ്റിയിരുന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി ഇവന് ഇത് പറയാൻ മാത്രമേ സമയമുള്ളൂ, ഈ സ്ത്രീകളെ പറ്റി കളിക്കുന്നത് അല്ലേ. എന്റെ അങ്ങനെ കൊറേ കാര്യം പറഞ്ഞു തന്നു. അവന് ഇതില് ഡിഗ്രി എടുത്തതാന്ന് കേട്ടോ, ഈ കളീന്റെ കാര്യത്തില്. എന്നോട് അല്ല, ഞാൻ ഇതുവരെ അങ്ങോട്ട് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇത് ഇങ്ങോട്ട് പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് തന്നെ. പഠിപ്പിക്കാൻ പറ്റിയ ആളാ വന്നല്ലേ. എനിക്കറിയാത്ത കാര്യം വരെ അവൻ എന്നെ പഠിപ്പിക്കുന്നു. ചെറുതായിട്ടൊന്ന് എനക്ക് ഒരു സുഖിച്ച്. അതെന്തെല്ലാം പറഞ്ഞു തന്നേരോ? അത് പലതും പറഞ്ഞു, അത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. അതിന് മാത്രം ഇത്ര പെണ്ണുങ്ങളായിട്ട് ബന്ധോ ഇനായിട്ട് നടക്കുന്നതായിരിക്കുമല്ലേ. അവനിങ്ങനെ പോയോ ഇങ്ങനെ സൂപ്പിട്ട് പിടിക്കുന്നുണ്ടാവൂലേ. നല്ല പൈസയുള്ള വീട്ടിലാന്ന് തോന്നുന്നു. അല്ലാണ്ട് ഈ ചായ കുടിച്ച പൈസ ആരാ കൊടുത്തേ? ചായ കുടിച്ചതല്ല അവൻ തന്നെ. എന്നോട് പറയാ, ഹോട്ടലിൽ കയറിയിട്ട് അവിടെ മറ്റേ നോക്കി മൊത്തത്തില്. അപ്പൊ അവിടെ റൂമെല്ലാം ഉണ്ട് ഇങ്ങനെ ഇതിന് കൊടുക്കുന്നു. അപ്പൊ അവനൊരു എന്ന് പറയുന്നത് എന്നോടൊരു ഇത് എന്നോട് എനിക്ക് ചോദിച്ചു, നമുക്കൊന്ന് ഇതിൽ ഇരുന്നിട്ട് പോയാലോ? ഞാൻ പറഞ്ഞ അതൊന്നും പറ്റൂലെന്ന് പറഞ്ഞു. ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ അവനെന്നോട് ചോദിച്ചു. പിന്നെ ചോദിച്ചു, ഞാൻ ചേച്ചിന്റെ വീട്ടിലൊന്ന് വരട്ടെ. വീട്ടിലാ? വീട്ടില് വന്നാലോന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്താ? അവന്റെ സംസാരം എല്ലാം കേട്ടാരോ അവന് ഡിഗ്രി എടുത്ത ആളാന്നല്ലോ. അനുവിന് നല്ല ഇത് തോന്നിയല്ലേ അവനോട്? അനുവിന് നല്ല താല്പര്യം തോന്നുന്നുണ്ടല്ലോ അവനോട്. താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവുമല്ലോ ഇതെല്ലാം കേൾക്കുമ്പോ. അതന്നെയാണ് എന്റെ ട്രിക്ക് കേട്ടാ. നീ ഇങ്ങനത്തെ കാര്യമൊന്നും പിന്നെ പറയുന്നില്ലല്ലോ. എനക്കങ്ങനെ കാര്യം പറയാൻ അറിയണ്ടേനു. ഞാൻ പഠിച്ച തന്നെ അതിനോണ്ടിരിക്കണോ? അതെ, എന്നിട്ടും നീ ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ച് ഉള്ളത് പഠിക്കുകയും ചെയ്യാ. എല്ലാ ഇനിയിപ്പോ ഓയം വരുമോ എന്റെ വീട്ടില്? വീട്ടില് വരട്ടെ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവൻ പറഞ്ഞ് നമുക്ക് ഇനി ദിവസവും ഇങ്ങനെ കറങ്ങിയിട്ടെല്ലാം വന്നാലോ ഇങ്ങനെ. ഞാൻ ചോദിക്കുന്നത് അന്നേരം മറ്റേ ഒപ്പം പഠിക്കാൻ പറ്റുന്ന പിള്ളേരുടെ ഒപ്പം ഇവൻ പോവോ ഇങ്ങനെയാകുമ്പോ? അതൊന്നും പറയാൻ പറ്റൂല. അതെല്ലാം ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ പോവാ. ഇവനായിട്ട് മാത്രം കളി മാത്രം ചിന്തിച്ച് നടക്കുന്നോണ്ടാ. പണിക്കൊന്നും പോണ്ടല്ലോ. അതൊന്നുമില്ല. വലിയ വീട്ടിലെ പയ്യനാവുമ്പോ പിന്നെ
അവന് ഈ പെണ്ണുങ്ങളാ ഈ പറഞ്ഞ് സുഖിപ്പിക്കാൻ ഭയങ്കര ഇതാന്ന് തോന്നുന്നു. കഴിവാ. പറഞ്ഞ സൂചിച്ചല്ലേ കേട്ടിട്ട്. അവൻ നീ കേക്കണ്ടതാ. അവന്റെ വർത്താനം കേൾക്കുമ്പില്ലേ, സംസാരം കേൾക്കുമ്പോ നല്ല ഒരു എന്താ പറയണ്ടേ, പിന്നെയും പിന്നെയും കേൾക്കണമെന്നൊരു ഇതുണ്ട്, സുഖമുണ്ട്. എന്നിട്ട് എന്താന്ന് പറയാന്നേരോ, അനുവിനി ഓനെ തന്നെ മതി ഒപ്പരല്ലേ? ഓനത്തന്നെ എങ്ങനെയാ മതി പറയാ? ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്നോടിങ്ങനെ പറയണോ? നിന്നെ ഞാൻ അത്രയും ആടിയിടെല്ലാം വിളിച്ചില്ലേ, ഇത് ഇരുത്തണ്ട. അപ്പൊ പണിക്ക് പോകണം, അമ്മേനെ പേടി, ചായ കുടിക്കാൻ വരൂല. എല്ലാരും അതെ. അപ്പൊ എനക്ക് ഞാൻ അങ്ങനെ വലിയ വീട്ടിലെ ആളൊന്നുമല്ലല്ലോ അല്ലേ. എല്ലാം അപ്പൊ ഇവ ശരിക്കും ഡ്രൈവിംഗ് പഠിക്കേണ്ടിട്ടൊന്നും പറഞ്ഞല്ലോ. അതൊന്നും ആയിരിക്കൂല. ഞാൻ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കേൾക്കുന്നില്ലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലായിരിക്കും അങ്ങനെ തന്നെയാ, മനുഷ്യന്മാരല്ലേ. അപ്പൊ ഈ ഇതൊന്നും പറയാതെ ആണുങ്ങള് അത്ര വലിയൊരു ഇതിലൊന്നും പെടൂലായിരിക്കും മനസ്സിൽ പറയുന്നത്. അതാ ഞാൻ ചില വീട്ടിൽ പണിക്ക് പോയിട്ടാകുമ്പോ ചിലപ്പോ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു പെണ്ണുങ്ങള് വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് മുട്ടിയിരുന്നു എന്നിട്ട് വർത്താനം പറയാ. കല്യാണം കഴിക്കുന്ന എവിടെയാണ് വീട്, എന്താ കല്യാണം കഴിക്കുക, അതിങ്ങനെല്ലാം ചോദിക്കും. ട്രൈ ചെയ്യുന്നതായിരിക്കും. ആയിരിക്കും. അനക്കന്നേരം അറിഞ്ഞിട്ടില്ല. അന്നേരം വീട്ടിൽ ആള് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പുറത്തുകൊണ്ടില്ല, കൊണ്ടുപോയില്ല, ചായ എന്നിട്ട് കൊണ്ടാണ്ടിരിക്കുക. ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് വർത്താനം പറയാനായിട്ട് നിൽക്കും. എനിക്കൊന്ന് നോക്കിക്കൂടെ? അനക്കറിയില്ലല്ലോ, അനക്കൊന്നും അറിയില്ലേ പെണ്ണുങ്ങള് എങ്ങനെയല്ലാന്നുള്ളത് നമ്മക്ക് അറിയില്ലല്ലോ. ഇനി അറിയാലോ, നിനക്ക് പിന്നെ മനസ്സിലായത്. ഇപ്പൊ ഇത് പറഞ്ഞേരോ, ഓന്റെ കാര്യം പറഞ്ഞേരാ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞില്ല, എല്ലാ പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം പറയാലോ. ന്യായം വർത്താനം പറയാൻ വേണ്ടിട്ടായിരിക്കും പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. നീ ഒന്ന് പറയും. അത് കഴിഞ്ഞ് ഇപ്പൊ എടുക്കുന്നതല്ല, അത് ഒരു ഞാൻ അനുവിന്റെ അടുത്തെല്ലാം വരുന്നതിന് മുമ്പാണ്. അയ്യോ, ഇന്നത്തെ എത്തുമല്ലോ. കൊറേ വീട്ടിൽ പോയാലോ അധികം എടുത്തുനിന്ന് ഇങ്ങനെ പെണ്ണുങ്ങൾ നല്ല ഇതിൽ പറഞ്ഞ് വർത്താനം പറയും. എല്ലാം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ, അതാണ് എനിക്ക് മനസ്സിലാകാതെ. കല്യാണം കഴിയാതെ ചെറിയ പുള്ളർ അങ്ങനത്തെ ഒന്നും വരൂലേ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളല്ലോ ഒരു 10, 30, 35 വയസ്സ്, 40 വയസ്സൊക്കെ അങ്ങനെ തോന്നുന്ന അവരെല്ലാം വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അവർക്ക് പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കേൾക്കാനും വീട്ടിലുള്ളവര് അത്ര ഇതുണ്ടാവില്ല, അതായിരിക്കും. ഒന്നേരം ആയിരിക്കുമല്ലേ വീട്ടിൽ നിന്ന് ശരിക്കും നടക്കാതുകൊണ്ടാ ആയിരിക്കും. അന്നേരം അക്കോട്ട് ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായാലും വീട്ടിൽ വിളിച്ചിട്ട് കളിക്കൂലേ. എല്ലാരും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലപ്പാ. അല്ല ഇങ്ങനെ വർത്താനം പറയുന്നല്ലോ. ഇവരെ നോട്ടം വർത്താനല്ലോ. ഞാൻ ഇവരെന്തിനാണ് അനക്ക് നാണാവും ചിലപ്പോ എന്തെങ്കിലും വന്ന് ചോദിക്കും പറയുകയും ചെയ്യുമ്പോ. അവരുടെ നോട്ടം വർത്താനോ വേറെ തന്നെയായിരിക്കും. കല്യാണം കഴിച്ചിട്ടില്ല, അതെന്താ കഴിക്കാതെ, അതെന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്തെന്ന് വേണ്ടേന്നാവളി. നല്ലതല്ലേ, അങ്ങനെ ഒരുപാട് വീട്ടിലുള്ള പണിക്ക് പോയാല് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ ടൈൽസിന്റെ പണിയായോണ്ട് ചിലപ്പോ വീട്ടിന്റെ അകത്തെല്ലാം പണിയെടുക്കൂലേ, അന്നേരം ഇക്കോട്ട് അഴുപത്തെല്ലാം വന്ന് നിൽക്കും. അപ്പൊ ഈ അകത്തുനിന്ന് പണിയെടുക്കുമ്പോ എനിക്ക് ഒറ്റക്കാകുമ്പോ പേടിയില്ല അന്നേരം ആദ്യമല്ലോ? ഇല്ല, എനിക്ക് ഇതിനെ പറ്റി അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പൊ അതിന് പറഞ്ഞുതരാന്ന് പേടി തോന്നുന്നു. പേടിക്കൊന്നും വേണ്ട, നല്ലതല്ലേ. നല്ലത് ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ നല്ലതേനു. ഇപ്പൊ ഒരു ഷോപ്പിൽ എന്റെ പണിയില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള വീട്ടില്
എന്തായാലും അങ്ങനെയുള്ള വീടാ? പറയാൻ പറ്റില്ലല്ലോ. നീ ഒന്ന് നോക്ക് പറ്റുമോ. ഇനി നോക്കട്ടെ, ഇനി എവിടേക്കും പോയാല്. ഞാൻ പണിയെടുക്കട്ടെ. എന്നാ പിന്നെ